Hi friends, welcome back to Colors Malayalam Stitching. ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കട്ട് ചെയ്ത് വെച്ച നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ കട്ടിംഗ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും എൻ്റെ സ്ക്രീനിലും കൊടുത്തിട്ടേക്കാം. അപ്പോൾ അതാദ്യം ഒന്ന് കണ്ടിട്ട് സ്റ്റിച്ചിങ് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നൈറ്റിയുടെ ഫ്രണ്ട് പീസ് തന്നെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു പീസിനെ നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു വശത്ത് നിന്ന് താഴോട്ടേക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം നമ്മൾ അതിൽ ജോയിൻ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈ ഒരു പീസിനെ ഇതുപോലെ ഈ ഒരു സൈഡിൽ ആ ഒരു പൈപ്പിംഗ് പോലെ അതിനൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ഈ ഒരു വശത്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ നല്ല വശത്ത് ഈ ഒരു പീസിനെ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ഇഞ്ചിൽ നമുക്കിതിനെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെ ഓരോ കോണ് വരുമ്പോഴും അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് നമുക്ക് തിരിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിനെ ഇതുപോലെ ചെറുതായിട്ട് പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു പീസ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടെടുക്കുമ്പോൾ എല്ലാ വശത്തും ഒരേ അളവിൽ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് ഫ്രണ്ട് പീസ് ചെയ്തിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ബാക്കി വരുന്ന ആ ഒരു പീസെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നീറ്റാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു പീസിനെ നമുക്ക് ഫ്രണ്ട് പീസിലേക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ ഈ ഒരു വശത്ത് നമുക്ക് ഈ ഒരു പീസിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 1/4 ഇഞ്ചിൽ നമുക്ക് ഇതുപോലെ ഒന്ന് നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തൊന്നും ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. അതിന് ശേഷം നമുക്ക് ഈ ഒരു കോണ് വരുന്ന ഭാഗത്തൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു പീസിനെ നമുക്ക് ഇതുപോലെ മറിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു നെക്കിനെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം.
എന്നിട്ട് നമുക്ക് ആ ഒരു പീസിൻ്റെ ഈ ഒരൊറ്റ വശവും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു ഫ്രണ്ട് പീസ് തന്നെ നമ്മൾ നല്ല നീറ്റായിട്ട് ചെയ്തെടുത്താൽ നമ്മൾ നൈറ്റി നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തിട്ട് കിട്ടും. സിമ്പിൾ നൈറ്റിയാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ കൂടി വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു നൈറ്റി കൂടിയാണിത്. അപ്പോൾ നിങ്ങളിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ഇപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിന് ജിബ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു പീസിനെ ഇതുപോലെ നേരെ പകുതിയായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മളിതിൻ്റെ ആം ഹോളും ചെസ്റ്റിൻ്റെ വശവും എല്ലാം നമ്മൾ ഒരേ രീതിയിൽ ഫോൾഡ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മളെ ജിബ് എത്ര ലെങ്ത്തിലാണോ വേണ്ടത് ആ ഒരു ലെങ്ത്തിൽ നമുക്കിതൊന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ആ ഒരു മാർക്കിങ് വരെ നമുക്കൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ എളുപ്പത്തിൽ ജിബ് അറ്റാച്ച് ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നതെന്ന്. അതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു ജിബ് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്കിതിൽ ജിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജിബ് ഞാനിവിടെ ആദ്യം ഇതുപോലെ ഒന്ന് തുറന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് നമ്മുടെ നൈറ്റിയുടെ ഒരു സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് രണ്ടാമത്തെ വശം നമ്മൾ ഇതുപോലെ കറക്റ്റായി വെച്ച് പിടിച്ച് കൊടുത്തിട്ട് ഈ ഒരു വശത്തെത്തുമ്പോൾ സൂചി ഇതുപോലെ കുത്തി നിർത്തിയിട്ട് നമുക്ക് തിരിച്ച് ഇങ്ങോട്ടേക്കൊന്ന് ചെറുതായിട്ടൊരു കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ച് വീണ്ടും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ജിബ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജിബിനെ ഒരു കവറിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ഒരൊറ്റ വശം ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു പീസിനെ നമുക്ക് ജിബിന് മുകളിലേക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു വശം ഇതുപോലെ മുകളിലാക്കി വെച്ച് കൊടുത്തിട്ട് ജിബിൻ്റെ ഒരു വശത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. ഇവിടെ വരെയാണ് സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നത്. എന്നിട്ട് അതിനെ നമുക്ക് ഒന്നുകൂടി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഈ ഒരു അറ്റവശം നമുക്ക് ഇതുപോലൊരു ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മളിവിടെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് പീസ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ബാക്ക് നെക്കാണ് ഞാൻ അത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്രോസ് പീസെല്ലാം ഒന്ന് ജോയിൻറ്റ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ക്രോസ് പീസ് ഞാനിവിടെ ബാക്ക് നെക്കിലേക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ക്രോസ് പീസും അതുപോലെ ബാക്ക് പീസും നല്ല വശം രണ്ടും ഒരുമിച്ച് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഒരു 1/4 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് സ്റ്റിച്ചിന് തട്ടാതെ ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടിയിട്ട് അതിൻ്റെ ഷോൾഡർ നമുക്ക് ജോയിൻറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബാക്ക് പീസിന് മുകളിലായിട്ട് ഫ്രണ്ട് പീസ് ഇതുപോലെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ബാക്ക് പീസിൻ്റെ നെക്ക് പീസിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഷോൾഡർ ഒന്ന് ജോയിൻറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഷോൾഡർ ഒന്ന് ജോയിൻറ്റ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ നെക്ക് പീസ് നമുക്ക് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ ബാക്ക് പീസിൻ്റെ നെക്ക് ചെയ്തിട്ടെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഷോൾഡർ നമ്മൾ തിരിച്ച് ഇതുപോലെ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം ആ ഒരു ക്രോസ് പീസ് നമുക്ക് ബാക്ക് പീസിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സ്ലീവ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. സ്ലീവ് ഞാനിവിടെ 3/4 സ്ലീവാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പീസെല്ലാം ആദ്യം നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഒന്നാമത്തെ പീസ് ഞാനിവിടെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം രണ്ടാമതൊരു പീസും കൂടി ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് 2 സ്ലീവ് ജോയിൻറ്റ് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു സെൻറ്റർ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു സെൻറ്ററിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് തുടങ്ങാം. എന്നിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും ഇതുപോലെ ഒന്ന് സ്ലീവ് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവും ചെയ്തിട്ടെടുക്കാം.
ഞാനിവിടെ 2 സ്ലീവും ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവിന് എത്രയാണോ അളവ് വേണ്ടത് അതവിടെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഒരു 6 ഇഞ്ചിൽ സ്ലീവിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഇതുപോലെ നൈറ്റിയുടെ ഷേപ്പ് ഒന്ന് ജോയിൻ്റ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ താഴേക്ക് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ വശം അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ താഴ്വശം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മളെ നൈറ്റി നമ്മളിവിടെ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അറിയുന്നപോലെ പറഞ്ഞു തരാം. അപ്പോൾ അതുപോലെ ഞാനിവിടെ ഒരു ബട്ടൺസും അതുപോലെ ഹുക്കും വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.